ഹായ്. 2005-2006 കാലഘട്ടത്തിൽ നോയിഡയിലെ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ കുറച്ച് കുട്ടികളെ കാണാതാവുന്നു. ഇങ്ങനെ പോകെ പോകെ ഈ കുട്ടികളെ കാണാതാവുകയും എന്നാൽ പോലീസുകാർക്ക് ഇത് അന്വേഷിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതുകൊണ്ട് ഇവർക്ക് വലിയ നഷ്ടമോ ഇതിന് വലിയ കൗതുകമോ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പോകെ പോകെ ഈ പോലീസുകാരിൽ ഒരാളുടെ മകൾക്ക് ദുരനുഭവം ഉണ്ടാവുകയും ആ പോലീസുകാരൻ ഈ അന്വേഷണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികളെ കാണാതാവുന്നത് എന്നൊരു അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും പിന്നീട് പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് സെക്ടർ 36 എന്ന നെറ്റ്ഫ്ലിക്സ് സിനിമ. ഏഷ്യാനെറ്റ് ന്യൂസിൽ വല്ലാത്തൊരു കഥ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ നിഠാരിയിലെ കൊലപാതകങ്ങൾ എന്ന് പറയുന്ന ഒരു എപ്പിസോഡുണ്ട്. ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ് ഞാൻ സെക്ടർ 36 കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ കാണാതാവുന്നതെന്നും എങ്ങനെയാണ് ഈ കുട്ടികളെ കാണാതാവുന്നത്, ഇതൊരു ആക്ച്വൽ ഇൻസിഡൻ്റ് ആണ്, നടന്ന സംഭവമാണ്. ഇതിനെ സിനിമയാക്കിയതാണ്. ഇതിനെ ഡോക്യുമെൻ്റ് ചെയ്യാവുന്ന തരത്തിലേക്കേ ഉള്ളൂ, എന്നാൽ ഇതിനെ ഡോക്യുമെൻ്റ് ചെയ്യാതെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സിനിമയാക്കിയതാണ് സെക്ടർ 36. ആദിത്യ നിംബാൽക്കറാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. വിക്രാന്ത് മാസെയും ദീപക് ദൊബ്രയാലുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. നമുക്കറിയാം 12th ഫെയിലിൽ നമ്മൾ മനോജ് കുമാറിനെ കണ്ടിട്ടുണ്ട്. വിക്രാന്ത് മാസയുടെ ഒരു അടിപൊളി അഭിനയമാണ് 12th ഫെയിലിൽ കണ്ടിട്ടുള്ളത്. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് വളരെ ക്രൂരനായ വളരെ വൃത്തികെട്ട ഒരു കൊലപാതകിയെ നമ്മൾ കാണുകയാണ് സെക്ടർ 36-ൽ വിക്രാന്ത് മാസെ അഭിനയിച്ച പ്രേം സിംഗ് എന്ന് പറയുന്ന ക്യാരക്ടർ. പ്രേം സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ദയവും ഇല്ലാതെ ആളുകളെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു നെഗറ്റീവ് റോളാണ് സെക്ടർ 36-ൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം അങ്ങനെ, അതായത് 12th ഫെയിലിലെ മനോജ് കുമാറിൽ നിന്നും സെക്ടർ 36-ലെ പ്രേം സിംഗിലേക്ക് എത്തുമ്പോൾ വിക്രാന്ത് മാസെ എന്ന് പറയുന്ന നടൻ ഉണ്ടാവുന്നൊരു ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വേഴ്സ്റ്റൽ ആക്ടർ എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മാറ്റം തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചു പോകുന്നത്. ഒരു സെക്കൻഡ് ഹാഫൊക്കെ എത്തുമ്പോൾ ഈ കൊലപാതകയെ പോലീസുകാരൻ കണ്ടെത്തുകയും അദ്ദേഹം ഈ കൊലപാതകം എങ്ങനെയാണ് ചെയ്തതെന്ന് വളരെ കൂളായിട്ട്, അതായത് ഞാൻ അവൻ്റെ കൂടെ അവിടെ പോയപ്പോൾ ഇവിടെ അങ്ങനെ പറയുന്ന രീതിയിൽ ഇയാൾ പറയുന്നുണ്ട്. അവളോട് ഞാൻ എൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞു, അവൾ കിടന്നില്ല, ഞാൻ അവളുടെ കഴുത്ത് പിടിച്ചു, വെട്ടി മുറുക്കി, അങ്ങനെ വളരെ കൂളായിട്ട്, അതും അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷത്തിനെ അത്ര കൂളായിട്ട് ഒരാൾക്ക് പറയാൻ പറ്റുമോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് ശരിക്കും രോമാഞ്ചം ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇയാൾക്ക് ഭ്രാന്താണോ, ഭ്രാന്തല്ലാണ്ട് അല്ലെങ്കിൽ നേരെ ഒരു മാനസിക നിലയിലുള്ള ഒരാൾ അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് പറയുന്നൊരു രീതി, അത് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അത് പോലീസുകാരനോടൊപ്പം ഞെട്ടുന്നത് നമ്മൾ കൂടിയാണ്. നമ്മൾക്ക് ഓൾറെഡി അറിയാം ഇയാളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയുകയും ചെയ്യും. പക്ഷെ ആ സീനിൽ അദ്ദേഹം, നമ്മൾ വിചാരിക്കുക ഇത് ഭയങ്കര സാഹസികമായി പറഞ്ഞ് ഇത് തീർക്കുമ്പോഴേക്ക് ഭയങ്കര മ്യൂസിക്കൊക്കെ ഇട്ട് വേറെ രീതിയിലേക്കാക്കി വെക്കുന്നു. ഇല്ല, വളരെ കൂളായിട്ട്, എനിക്ക് പോയിട്ട് പരിപാടിയുണ്ട് വേറെ, ഈ സാധനം പറഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ, അതുകൊണ്ട് ഞാനിത് പറയാണ് എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞു വെക്കുന്ന ഒരു രീതിയുണ്ട്. ഭയങ്കര ഭംഗിയായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഈ സെക്ടർ 36 മൊത്തം സിനിമ എടുത്താലും ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്താണെന്ന് വെച്ചാൽ അയാൾ ഇത് വിവരിക്കുന്ന രംഗമാണ്. നമുക്ക് ഇതിലൊരു നെഗറ്റീവായി തോന്നിയത്, നമുക്ക് ആദ്യമേ തന്നെ കൊലപാതകി ആരാ, എന്തിനാ കൊല്ലുന്നതല്ല, കൊലപാതകി ആരാ, ഇയാൾ എങ്ങനെയാണ് കൊല്ലുന്നത്, ഫുൾ ബ്ലഡ്, അത് ബ്ലഡ് ഷെഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യമേ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത് ആദ്യം ഇയാളെ കണ്ടുപിടിച്ചിട്ട് പിന്നീട് കഥ പറഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായനെ എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും അവരുടേതായ ഇത് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിനാണെങ്കിലും വലിയ പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ മ്യൂസിക്കിനൊന്നും അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല. ഈ കഥ പറയുന്ന സമയത്തൊക്കെ ഭയങ്കര സൈലൻസും ഉണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നും നടക്കുന്നില്ല, ഇത്ര വലിയ കാര്യമാണ് പറയുന്നതെന്ന് പോലും ഒരു മ്യൂസിക് കൊണ്ട് അപ്ലിഫ്റ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. നോർമലായിട്ട് പറഞ്ഞു പോവുകയാണ്. ഇത് അവസാനിപ്പിക്കുന്നതും ഭയങ്കര, എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവസാനിപ്പിക്കുകയും ഇതിന് മുന്നോട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കഥയുണ്ട്. അത് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് 18+ ആണ്. അതിന് താഴെയുള്ള ഈ ബ്ലഡും കാര്യങ്ങളും കുട്ടികളെ കൊലപാതകം അങ്ങനത്തെ സാധനങ്ങളായതുകൊണ്ട് 18 താഴെയുള്ള കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാതിരിക്കുന്നു. പക്ഷേ അതിന് മുകളിലുള്ളവരൊക്കെ ആസ്വദിച്ചിരുന്ന് നമ്മളെ നന്നായി പേടിപ്പിക്കുന്ന ഒരു സൈക്കോ ത്രില്ലർ സിനിമയായിട്ട് തന്നെ സെക്ടർ 36 കാണാം. നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പോൾ എല്ലാവരും നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ